പെൺവാണിഭത്തിന്റെ അധോലോകജാലങ്ങൾ. ധാരാവിയിലെ വരദാഭായ് എന്നിവരുടെ പിൻവാങ്ങലോടെ ബോംബെയിൽ ഉദിച്ചുയർന്ന സക്കീർ ഹുസൈൻ പിന്നീട് സക്കീർ ഹുസൈൻ ജി ക്യാപ്റ്റൻ ജോൺ പെരുമ്പള്ളി, ചീഫ് എഡിറ്റർ മാമച്ചനുണ്ട് മുകളിൽ, എല്ലാറ്റിനും മുകളിൽ അല്ലേ? അയ്യോ സക്കീർ ഭായ്, ശരിക്കും പേടിയില്ലേ ഉണ്ണിക്ക്? എന്തിന്? ദേ ഇയാളെ കുറിച്ചൊക്കെ എഴുതുമ്പോ അതാണ് ജെന്നി ഈ കേരള ഭൂമി തരുന്ന സെക്യൂരിറ്റി. ആരെ കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതാം നമുക്ക്. ദാ രോമത്തെ പോലും ചൊറിയാൻ വരില്ല ഒരു പുല്ലനും. Who the bloody F-U-K are you എന്നല്ലേ ഉണ്ണിപ്പിഷാരടി ചോദിച്ചത്? അത് പറഞ്ഞുകൂടെ ഹമീദ് ഖാൻ ഡിപ്ലാവുള്ള മേത്രേ, Who the bloody F-U-K ആണ് നിങ്ങളെന്ന് ഓർമ്മയില്ലടാ? ഇന്നലെ കേരള ഭൂമിയുടെ ഫ്രണ്ട് പേജിൽ നീ അച്ചടിപ്പിച്ചു വെച്ച സെയിം ഹാൻഡ്സം ഫേസ് ഹമീദ് ഖാൻ ഡിപ്ലാവുള്ള മേത്രേ എഴുതിയില്ലേ നീ? മലബാറിൽ നിന്ന് മൊഞ്ചുള്ള പെൺകൊടിമാരെ വലയിലാക്കി മുസ്തഫ ട്രസ്റ്റ് വഴി ബോംബെ റെഡ് സ്ട്രീറ്റിലെ ഫ്ലഷ് മാർക്കറ്റിൽ എത്തിക്കുന്ന മലയാളീസ് എന്ന അപരനാമധേയമുള്ള സക്കീർ ഹുസൈന്റെ വലം കൈ. ഹമീദ് ഖാ, എന്താ വളയം പിടിച്ച് ബലം വെച്ച കൈകൊണ്ട് തീർത്തൊരെണ്ണം പൊട്ടിക്കണ ഷാരടിയുടെ കവാൽസിനിട്ട് ബോംബെ സ്ട്രീറ്റിൽ ടാക്സി ഓടിച്ചു നടന്നിരുന്ന ഈ പിഴച്ച കാക്ക ഇന്നലെ നിന്റെ കുറച്ച് പടം എടുത്ത് വെച്ചിട്ടുണ്ട്. നീ ഇന്നലെ ബലരാമന്റെ കൊണാരക്ക് ഗസ്റ്റ് ഹൗസില് റെഡ് സല്യൂട്ട് അടിച്ച് കിണ്ടിയായിട്ട് ആ പാവ സെക്രട്ടറി സൂസൻ ചാക്കോയുടെ നെഞ്ചത്ത് അവളുടെ ഡോൾബി വഴി ഇങ്ങനെ കൈ തൂക്കി നിൽക്കുന്ന ചിത്രം. പിന്നെ അവളുടെ കൂടെ പൂന്ത് എത്ര പടമുണ്ട് ബായ്? 4 ഫോട്ടോ പടം. നമുക്കത് കേരള ഭൂമിയിൽ അച്ചടിച്ചാലോടാ ഷാരടി. ഇയാൾ എന്താണോ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാന്ന് വിചാരിച്ചോ? അതാടാ എല്ലാ ഫോട്ടോസും കൂടെ ഗിഫ്റ്റ് പാക്കായിട്ട് കൊറിയർ ചെയ്ത് കൊടുത്താലോ നിന്റെ അച്ചിക്ക് എന്ന് ചോദിച്ചതാ ഹമീദ് ഖാ. പക്ഷെ ഈ ബ്ലാക്ക് മെയിലിംഗിന്റെ ബിസിനസ് ഇല്ല സക്കീർ ഹുസൈന്. അതൊക്കെ നിന്നെ പോലുള്ള ചീപ്പ് ജേർണലിസ്റ്റിന്റെ വയറ്റിപ്പഴപ്പ്. വേണ്ട വേണ്ട സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കി പന്നം. എഴുതിയില്ലടാ നീ രക്തം കണ്ട് അറപ്പ് തീർന്ന കൈയാണ് സെക്യൂരിറ്റി ഹുസൈൻ്റെ എന്ന്. അതാടാ രക്തം കണ്ട് അറപ്പ് തീർന്ന കൈയാണ്. പക്ഷെ നിന്നെ പോലെ അക്ഷരം കൊണ്ട് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നവന്റെ രക്തം കൈ കൊണ്ട് തൊട്ടാല് അടിമുടി അറയ്ക്കും സക്കീർ ഹുസൈൻ. തൊട്ടു പറഞ്ഞവനെ എടോ ജേക്കബേ, വിളിക്കണോ DGP, വിളിക്കണോ ചീഫ് മിനിസ്റ്ററെ? കണ്ടില്ലേ മലയാളീസ് എക്സിക്യൂട്ടീവ് ന്യൂസ് എഡിറ്റർ ജേക്കബ് കയ്യാലയുടെ കയ്യും മേലെ 8 വർഷം മുമ്പ് അണ്ടർവേൾഡിനെ കുറിച്ച് ഇംഗ്ലീഷ് വീക്കിലേക്ക് കവർ സ്റ്റോറി ചെയ്യാൻ ബോംബെയിൽ വന്നപ്പോ മലയാളീസിന്റെ കയ്യിൽ നിന്ന് മോഹിച്ച് ചോദിച്ചേരൻ നൂരി വാങ്ങിച്ച സെയിം റോളക്സ് ഗോൾഡ് ചെയിൻ വാച്ച്. അതേടോ മാമച്ചൻ. വാച്ച് മാത്രമല്ല, സ്കോച്ച്, പൂശ്, ക്യാബറ്, അവന്റെ അപ്പന്റെ അണ്ടർവേൾഡിന്റെ കവർ സ്റ്റോറി. പിടിച്ച് കെട്ടാവിനെ. Come on, shoot. Come on, shoot. Shoot. വെക്കടാ അവിടെ. ഇല്ല മിസ്റ്റർ മാമച്ചൻ, ദാ ഇവനും അടക്കം കേരള ഭൂമിയിലെ തന്റെ ഏറാൻ മൂളികൾക്ക് താൻ വെച്ച് വിളമ്പി കൊടുക്കുന്ന എച്ചിൽ ചോറുണ്ടാല് പുഷ്ടി മതിയാവില്ല സക്കീർ ഹുസൈനെ പിടിച്ചു കെട്ടാൻ. ഇല്ലെങ്കിൽ വിളിച്ചു പറയടോ തന്റെ DGPയോട്, തന്റെ പത്രം ഊതി വീർപ്പിച്ച് ഹൈഡ്രജൻ ബലൂൺ പോലെ പെരുപ്പിച്ചു വെച്ച സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്ററോട്, ഇല്ലേ അമേരിക്കൻ പ്രസിഡന്റ് പുതുപ്പള്ളിക്കാരൻ ജോർജ് കുട്ടി ബുഷിനോട് വിളിച്ചു പറയടോ എന്റെ കുടുംബത്തോട് സ്കഡ് മിസൈൽ പുളുത്താൻ. അതേടാ സൂക്ഷിച്ചോ നീ. ഇപ്പൊ എഴുതെന്റെ 10 ലെറ്റ് എഴുതും, എഴുതെന്റെ കുലം മുടിക്കും, കുടുംബം മുടിക്കും കേരള ഭൂമി പത്രം ചീഫ് എഡിറ്റർ മാമത്രേ പറയുന്നത്. The media tycoon, the media mogul, the omnipotent media god, the Indian incarnation of Rupert Murdoch,
സർവസംഹാരിയായ മാധ്യമ ചക്രവർത്തി മണ്ണേൽ കൂമച്ച. എടോ മരം മാമച്ചായ, അങ്ങ് മുകളിൽ 33 ദേവതകളും പിന്നിങ്ങി താഴെ ഈ അണ്ടകടാഹത്തിലെ മുഴുവൻ പ്രജകളും വായിച്ചു കോൾമയിര് കൊള്ളുന്നു എന്ന് താൻ അവകാശപ്പെടുന്ന തന്റെ ഈ ഉണക്കപത്രം ഉണ്ടല്ലോ, ഇതിന്റെ കോത്താഴത്തെ മെത്രാസനത്തിലിരുന്ന് അരളിക്കൊണ്ട് പത്രലോകത്തെ ഈ പാത്രിയാർക്കീസ് പ്രഥമൻ, ഈ ചീഫ് എഡിറ്റർ മണ്ണേൽ മാമച്ചായൻ ഹോട്ട്ലൈൻ എടുത്ത് കുത്തി ഒരു വിളി വിളിച്ചാല് ജനിപ്പിച്ച സ്വന്തം തന്തമാരോടുള്ളതിനേക്കാൾ ബഹുമാനത്തിൽ ഓച്ചാന് ചോടി വന്ന് കുനിഞ്ഞ് കാലിന്റെ തള്ളവരൽ നുണയാൻ ക്യൂ നിൽക്കുന്ന ഒരുപാട് എംബോക്കികളും എരപ്പാളികളും ഉണ്ടാവും ഈ രാജ്യത്ത്. മന്ത്രിമാരും മതനേതാക്കളും ജനപ്രതിനിധികളും സാംസ്കാരിക ഗുണ്ടകളും DGPമാരും IASഉം IFSഉം ചുമക്കുന്ന ടോപ്പ് ബ്രാസ് ബ്യൂറോക്രാറ്റ്സും അടക്കം ഈ എലീറ്റ് സൊസൈറ്റിയിലെ സോ കോൾഡ് ഒരുപാട് ദിവ്യന്മാർ. തന്റെ ഈ പത്രത്തിന്റെ പീരങ്കി കണ്ണിന് മുന്നിൽ ഒളിച്ചു പിടിക്കാൻ ഒരുപാടുള്ളവർ. അപ്പർ ക്ലാസ് ഹിപ്പോക്രസിയുടെ പട്ടും പൊന്നും പളപളപ്പും കൊണ്ട് മൂടി പൊതിഞ്ഞ പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച് തന്റെ ഈ മത്തി പൊതിയാൻ കാലിബർ ഇല്ലാത്ത മഞ്ഞപ്പത്രത്തിൽ ലേഡീസ് ഫിംഗർ വലിപ്പത്തിൽ അപവാദം അച്ചടിച്ചു പോയാൽ മുട്ടുവഴി മൂത്രം പോകുന്നവർ. അവരുടെ ഗണത്തിൽ പെടില്ല സക്കീർ ഹുസൈൻ. ഐ ഡോണ്ട് കെയർ എ ഫാറ്റ്. പക്ഷേ ഗതികേട് കൊണ്ട് ജീവിതം പിഴച്ചുപോയ ഹാജി മുസ്തഫ ട്രസ്റ്റിലെ എന്റെ പാവം പെങ്ങന്മാരുണ്ടല്ലോ, അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഇനി മേലിൽ ഒരൊറ്റ അക്ഷരം തന്റെ ഈ ടോയ്ലറ്റ് പേപ്പറിന്റെ പോലും വിശുദ്ധിയില്ലാത്ത ത്രോയവേ സാനിറ്ററി നാപ്കിനിൽ അച്ചടിച്ചു പോയാൽ പിന്നെ മണ്ണേ മാമച്ച, മക്കളും കൊച്ചുമക്കളും മരുമക്കളും അടക്കം മട്ടണും പോർക്കും പ്രോൺസും കെൻഡക്കി ചിക്കനും തിന്ന് മതം മുറ്റി നിൽക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ സ്വന്തം തറവാട്ടില്. വലിച്ചിഴച്ച് പെരുവിടിയിൽ ഇറക്കി നിർത്തി മാനത്തിന് വില പറയും. വെച്ചുവാണിഭത്തിന് നിരത്തും സക്കീർ അലി ഹുസൈൻ. അന്നേ അറിയൂ താൻ അഭിമാനം പൊള്ളിപ്പോകുന്നവന്റെ നൊമ്പരം. അന്ന് ആത്മാഭിമാനം അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചോ മാമച്ചായ, ഉപകാരപ്പെടും തനിക്കും തന്റെ ആൺമക്കൾക്കും. മലയാളീസ് ചൽ. രാമേട്ടൻ, ഗുഡ് മോർണിംഗ്. ടെൽ മീ. ഹായ്. രാമേട്ടൻ വിളിച്ചിരുന്നില്ലേ? യെസ്. ആ, എന്നെ ഉടനെ കാണണം, ഒറ്റയ്ക്ക് കാണണം എന്നൊക്കെ രാമേട്ടനെ ഇന്നലെ വിളിച്ചു പറഞ്ഞു. എന്താ പ്രശ്നം? പക്ഷേ പ്രോബ്ലം ലൈക്ക്. അയ്യോ, ആരെ കാണാൻ? ആരോട് പറഞ്ഞു? നിന്റെ അപ്പനെ കാണാൻ നിന്റെ കീച്ചി പാപ്പനോട് പറഞ്ഞു. എങ്ങോട്ടാ? യുവർ ഫാദേഴ്സ് ഗസ്റ്റ് ഹൗസ്. നല്ല നാറ്റം, നല്ല സ്മെല്ല്. സോറി, വിയർപ്പ് നാറണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാണണമെന്ന് രാമേട്ടനോട് പറയുമ്പോ അലിബാബയെ നേരിട്ട് വന്ന് കണ്ടൊരു നന്ദി പറയണം. അതിനൊരു അനുവാദം ചോദിക്കണമെന്നേ വിചാരിച്ചുള്ളൂ. എനിവേ, താങ്ക്സ് ഇങ്ങോട്ട് വന്ന് കണ്ടതിന്. പിന്നെ കേരളഭൂമി ചെന്ന് ആ വല്യപ്പച്ചായിക്കിട്ട് മോന്തയടച്ച് 2 പൊത്തിയന്. തല്ലാനൊന്നും പറ്റില്ല, വല്ലാണ്ട് മൂത്ത് നരച്ചുപോയി പത്രാധിപര്. ദാ ഇതുപോലെ. എന്നിട്ട് എന്ത് പറയുന്നു ദ ഗ്രേറ്റ് ഓൾഡ് മാൻ? പുന്നാര മോളുടെ സസ്പെൻഷൻ പ്രശ്നത്തില് എന്താ കുരിശുമലയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ്? ഓ ചുമ്മാ. ദ ഓൾഡ് മാൻ ഈസ് വെരി ത്രിൽഡ്. അന്ന ഉരുട്ടി ഉണ്ണുന്ന കൈകൊണ്ട് ഇനി കുറച്ചു കാലത്തേക്ക് ഒരെമ്പോക്കിയും സല്യൂട്ട് ചെയ്യണ്ടല്ലോ മോളെ എന്ന അപ്പന്റെ ഫസ്റ്റ് റിയാക്ഷൻ. ഹി ഹേറ്റ്സ് മൈ ജോബ്. അല്ലെങ്കിൽ തന്നെ ഈ പെണ്ണുങ്ങൾ യൂണിഫോം ഇട്ടാൽ അയ്യേന്നിരിക്കുമെന്ന അപ്പന്റെ ഒരു ഒബ്സർവേഷൻ. ലൈക്ക് യു മെയിൽ ഷോവനിസ്റ്റിക് പിഗ്. ആ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. അപ്പനോട് ഞാൻ പറഞ്ഞായിരുന്നു മറ്റേ സിപ്പിന്റെ കാര്യം. സത്യം. എന്നിട്ടെന്താ, 70 കഴിഞ്ഞ എന്റെ തലതെറിച്ച തന്ത പറയുക, നിന്നെ ഇങ്ങനെ സിപ്പിടാതെ കാണുന്ന ആദ്യത്തെ പരപുരുഷൻ അലിബാബയാണെങ്കില് ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കില് എന്തായാലും നീ പൊര നിറഞ്ഞു നിൽക്കുമല്ലേ, അവനെ തന്നെ ഒന്ന് കെട്ടി നോക്കാം. അമ്പടി അവിടെ ഒരു അപ്പനെ ദാ ഇതുപോലെ പൊര നിറഞ്ഞു നിൽക്കുന്ന ഒരു ഐറ്റം എന്റെ വീട്ടിലുണ്ട്. നിന്റെ അപ്പന്റെ ഒരു പഴയ പൂഞ്ഞാർ കണക്ഷൻ എപ്പോഴും ഫോണിൽ വിളിച്ച് വാറ്റാറില്ലേ നീ? ക്രോണിക് ബാച്ചില് കുലശേഖരവർമ്മ രാമവർമ്മ തിരുമൽപ്പാട്. ഒന്ന് ആലോചിക്കട്ടെ, നല്ല ചേരും. സോറി, ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കയ്യോങ്ങി ശീലിച്ചിട്ട്
അറിയാതെ പറ്റിപ്പോയി. ഐ എം സോറി. ഇങ്ങനെ മുഖത്തിന് നേരെ ഓങ്ങിയ ഒരു കയ്യില് ഞാൻ ഇത്ര മാർദ്ദവമായിട്ട് പിടിക്കുന്നു ആദ്യമായിട്ടാണ്. അറിയാതെ പറ്റിപ്പോയി, അപകടം. സോ ബി വെയർ. നിന്റെ ഈ മൗണ്ട് ഓഫ് വീനസ് അല്ലേ, ഇതിങ്ങനെ പൊന്തിയിരിക്കുന്നതും അപകടം. ജാഗ്രത. നിന്നെ പോലെ നല്ല ജനസി പിറന്നൊരു പെണ്ണിന് എന്നെ പോലെ ദുഷിച്ച ഭൂതകാലമുള്ള ഒരു റോട്ടൻ ക്രിമിനലിനോട് അറിയാതെ എന്തെങ്കിലും ഒരു ഇത് തോന്നിപ്പോയാൽ അതിലേറെ അപകടം. സോ വെറുപ്പല്ലാതെ മറ്റൊന്നും തോന്നരുത് ഈ സക്കീർ അലി ഹുസൈനോട്. ജസ്റ്റ് ഹേറ്റ് മീ. അയ്യോ സാർ. ഒന്ന് ഒതുക്കി പോടേ. സലാം സാർ. സാർ സാർ പ്ലീസ് വണ്ടി ഒന്ന് ഒതുക്കിയിടണം. ചാവി തന്നാ മതി. വായിൽ മുറുക്കാൻ കിടന്നുകൊണ്ട് ശരിക്കും കേട്ടില്ല. ബോൽ. അല്ല സാർ, മിനിസ്റ്റർ ഇറങ്ങുമ്പോ വണ്ടി. എവിടെ നോക്കിയോടാ താൻ? ഓപ്പുവിന്റെ അപ്പൻ അകത്തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി രാഹേൽ വക്കച്ചൻ. കഴിവേറി മോനെ, മര്യാദ കിടമ്പല നോക്കി വണ്ടി ഓടിച്ചോണം. എല്ലാം നടു റോഡിലിട്ട് ചവിട്ടും ഞാൻ. പോടാ പോടാ. എടോ ജോസേ, എവിടെടോ മിനിസ്റ്റർ? അല്ല അത് സ്റ്റിൽ ഇൻ ലണ്ടൻ. അല്ല അത് പിന്നെ 8 മുതൽ 8:30 വരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ചൊറിഞ്ഞ് കാത്തു നിന്നിട്ടുള്ള വരവാ ഞാൻ. ഇനി 9 മുതൽ ഒരു 10 മിനിറ്റോടെ വെയിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകും. ഇയാള് ലണ്ടനിൽ നിന്ന് ഇറങ്ങത്തൂല്ല പുല്ല്. ചേടാ കോപ്പിൽ ഇടപാട്. വോട്ട് ചെയ്തു എന്നും പറഞ്ഞ് ഓരോരോ നാറികൾ വീട്ടിൽ കയറി ആന്നോടാ കളിക്കുന്നേ. ഗുഡ് മോർണിംഗ് സർ. ഡേവിഡേ, താൻ പണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ടോ ബോംബെ സ്ട്രീറ്റില്? അല്ല സാർ, അത് അല്ലടോ, താണ്ടത് ഇപ്പോ ഒരു മാസികയെ വായിച്ചതാ തന്നെ കുറിച്ച്. ഓ സാർ, ഓടിച്ചിട്ടുണ്ട്. ദാ ഈ യൂണിഫോം കിട്ടുന്നതിന് മുമ്പ് ബോംബെയിൽ കോളേജിൽ പഠിക്കുമ്പോൾ. പിന്നെ എന്നതാ താനൊരു ഹിന്ദി സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് അല്ലയോ? അയ്യോ സാർ, അത് അഭിനയിച്ചൊന്നുമല്ല, സ്റ്റണ്ടുമാനായിട്ട് പോയതാ. സദാശിവ അമ്രാപുർക്കറിന്റെ ഡ്യൂപ്പായിട്ട്. ഒക്കെ പത്രത്തെ വായിച്ചതാ. അല്ലടോ, അപ്പൊ പിന്നെ ഈ സക്കീർ ഹുസൈൻ തന്നെ ബോംബെയിലെ തെരുവിന്ന് കണ്ടുപിടിച്ചു എന്നോ, എന്നിട്ട് തന്നെ മറ്റേ മുസ്തഫ ഹാജിയുടെ അനാഥാലയത്തിൽ കൊണ്ട് പഠിപ്പിച്ച് IPS ആക്കിയെന്നോ ഒക്കെ വായിച്ചതോ? എന്നതാടോ അവൻ എന്നാ തനിക്കൊന്നും ഒന്നും തരികയില്ലായിരുന്നോ കാശായിട്ട്? തരും സാർ. ഒരു കാര്യത്തിന് ഒരിക്കലും അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നിട്ടില്ല. അറിഞ്ഞ് കൈ നിറച്ച് വാരി കോരി തന്നിട്ടുണ്ട് സക്കീർ ഭായ്. ദായി പണി കിട്ടും വരെ. ഓഹോ. പിന്നെ സാർ ഈ പറഞ്ഞതൊക്കെ സക്കീർ ഭായിയുടെ കണ്ണു വെട്ടിച്ച് ഞാൻ ചെയ്തിട്ടുള്ള പണികളാ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണമുണ്ടല്ലോ സാർ, ഒരു പ്രത്യേക സുഖമുണ്ട് അതിന്. അത് സാറിന് അറിയാഞ്ഞിട്ടാ. പിന്നെ ഡേവിഡേ, സർ, എന്നെ കിടത്തി പൊറപ്പിക്കുന്നില്ല ആ മണ്ണേ മാമച്ചൻ. എന്നാ പറഞ്ഞിടോ തന്റെ സക്കീർ ഭായ് അബൌട്ട് ദ മീറ്റിംഗ്? എന്നാ സമ്മതിച്ചോ കാണാൻ? നാളെ കൊച്ചിയിൽ തമ്മിൽ കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഭായ്. ആഹാ. അല്ല, വിവരം ഇങ്ങോട്ട് ഫോണിൽ പറയണ്ടെന്ന് സാറ് തന്നെ പറഞ്ഞോണ്ടാ ഞാൻ നേരിട്ട് വന്നത്. ഗുഡ്. സമയവും സ്ഥലവും ഒക്കെ ഞാൻ അങ്ങോട്ട് അറിയിച്ചോളാം തന്നെ. സർ. എടോ ഡേവിഡേ, സർ, ഈ ഹോം മിനിസ്റ്റർ ലാഹേൽ വക്കച്ച സാറ് തന്നെ ഇങ്ങനെ ഓരോ ഡേർട്ടി ജോബ്സിന് ഉപയോഗിക്കുന്നു എന്നുള്ള പരിഭവമൊന്നും വേണ്ട കേട്ടോ. എടോ, CM-നോട് സംസാരിക്കുന്നുണ്ട് വക്കച്ച സാറ് തന്റെ പോസ്റ്റിംഗിന്റെ കാര്യം. എന്ത് പോസ്റ്റിംഗ് സാർ? ദാ സാറിന്റെ ഈ മന്ത്രിസഭ കയറി 6 മാസമായിട്ട് ഇന്ന് വരെ ഒരു പോസ്റ്റിംഗ് കിട്ടാൻ സർക്കാരിന്റെ കാശ് വാങ്ങുന്നു. ദാ ഇതേ യൂണിഫോമിൽ തന്നെ ഉണ്ണുന്നു, ഉറങ്ങുന്നു, ഉണരുന്നു. ഐ ഹാവ് നോ കംപ്ലൈന്റ് സാർ. സാർ,
ദാ ഇതേ നിറത്തിലുള്ള കീറിപ്പറഞ്ഞ കാക്കിയിട്ടുണ്ട് ബോംബെ കോർപ്പറേഷനിൽ ടോയ്ലറ്റ് കഴുകുന്ന പണി ചെയ്തിട്ടുണ്ട് സാർ ഡേവിഡ്. ബാലവേല ഷക്കീർ ഭായിയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്. അന്ന് യാതൊരു അറപ്പും തോന്നിയിട്ടില്ല സാർ. പക്ഷേ ഇപ്പോഴിടയ്ക്ക് തോന്നാറുണ്ട് അറപ്പ്. ദാ ഈ കീറിപ്പറിയാത്ത വടിവുള്ള ബെറ്റർ യൂണിഫോമിനുള്ളത്. സാറിനെ പോലുള്ളവര് ഡർട്ടി ജോബ്സിന് മാത്രം അസൈൻ ചെയ്യുമ്പോ അതിനെല്ലാം യെസ് സാർ എന്ന് മടം പിടിച്ച് സല്യൂട്ട് ചെയ്യുമ്പോൾ ഐ ഫീൽ ഡർട്ടി ഇൻ ദിസ് അറപ്പ്. പക്ഷേ ദിസ് ടൈം ഐ ഹാവ് നോ കംപ്ലൈന്റ് സാർ. ഇതെന്റെ ഭായിയെ കാണാനുള്ള പോക്കല്ലേ. ഐ എം ഹാപ്പി. താങ്ക്സ്. സീ യു അറ്റ് കൊച്ചിൻ.